നമസ്തേ. വയനാട് കള്ളാടിയിലെ ദുരന്തവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ നേതൃത്വവും കോർപ്പറേറ്റുകളും. അത് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു, റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, നിയമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. എല്ലാം കാറ്റിൽ പറത്തിയ കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. അതായത് മുന്നറിയിപ്പുകളും റിപ്പോർട്ടും നിയമവും ഒക്കെ ഉണ്ടായിട്ടും അവിടെ മല ഇടിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇത് പ്രകൃതി ദുരന്തമാണോ അല്ലെങ്കിൽ മനുഷ്യർ സൃഷ്ടിച്ചിട്ടുള്ള ദുരന്തമാണോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. നമുക്കറിയാം, രാഷ്ട്രീയ നേതൃത്വം ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമായിട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാം പ്രഖ്യാപനങ്ങൾക്ക് വളരെ എളുപ്പമാണല്ലോ. എന്തായാലും ഈ ഒരു സംഭവം ഉണ്ടായതോടുകൂടി, ഈ ഒരു ദുരന്തം ഉണ്ടായതോടുകൂടി രണ്ട് തട്ടിലായിട്ട് മാറിയിട്ടുണ്ട്. അത് എന്നും രണ്ട് തട്ടിൽ തന്നെയാണ്. ഇടതുപക്ഷം ഒരു കഥ പറയും, അല്ലെങ്കിൽ ഒരു നറേറ്റീവ് പറയും, വലതുപക്ഷം മറ്റൊരു നറേറ്റീവ് പറയും. ഈ നറേറ്റീവുകൾക്കിടയിൽ പെട്ടുപോകുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് എന്നുള്ളതാണ്. ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്കൊക്കെ ഒന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, വയനാട് വികസനം എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ യാതൊരു തർക്കവും നമുക്ക് പറയാൻ കഴിയില്ല. ഈ താമരശ്ശേരി ചുരം, അവിടെ ഉണ്ടാകുന്ന ഗതാഗത തടസ്സം, മണിക്കൂറുകളാണ് ഗതാഗത തടസ്സം അവിടെ ഉണ്ടാകുന്നത്. നമുക്ക് അവരോട് പറയാൻ പറ്റുമോ, നിങ്ങൾ വയനാട്ടിൽ തന്നെ നിന്നാ മതി, നിങ്ങൾ ചുരം ഇറങ്ങി ഇങ്ങ് വരണ്ട, ഞങ്ങളിലേക്കൊന്നും നിങ്ങൾ ഇഴുകി ചേരേണ്ട എന്ന് പറയുന്നത് ശരിയാണ്? അപ്പോ അവിടെയും വികസനം വരേണ്ടതുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ് എന്നുള്ളിടത്താണ് ചോദ്യം വരുന്നത്. അങ്ങനെയാണ് അതിന് പരിഹാരമായിട്ട് തുരങ്കപാത എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഈ പദ്ധതി ഒരു ഫ്ലാഗ്ഷിപ്പ് ഡെവലപ്മെന്റ് ആയിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിന്റെ പ്രോജക്റ്റ് നിർവഹിച്ചത് ഭോപ്പാൽ ആസ്ഥാനമായിട്ടുള്ള ദിലീപ് ബിൽക്കോൺ എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനിക്കെതിരെ ഒരുപാട് നിയമപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പദ്ധതി പ്രദേശം എന്ന് പറയുന്നിടത്താണ് വലിയ വിഷയം ഉണ്ടാകുന്നത്. പരിസ്ഥിതി ദുർബല മേഖലയാണ്, മലയോര ഭൂപ്രകൃതിയാണ്, മണ്ണിന് വലിയ ഉറപ്പില്ല എന്ന് പറയുന്ന ഇടമാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ഇതിന്റെ ഫാക്ട്സിലേക്കും ഫെയിലിയേഴ്സിലേക്കൊക്കെ ഒന്ന് നമ്മൾ എത്തി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജൂൺ 10-നും 25-നും അവിടെ യോഗം ചേർന്നിട്ടുണ്ട്. യോഗമൊക്കെ കൃത്യമായി നടന്നു. കനത്ത മഴയില് പണി നിർത്തണം, മണ്ണ് സംഭരണം നിയന്ത്രിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1,00,000 ക്യൂബിക് മീറ്റർ മണ്ണാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്തതല്ല എന്ന് പറയുന്നു. നിർദ്ദേശങ്ങൾ ഒന്നും പൂർണ്ണമായിട്ട് ഈ കമ്പനി നടപ്പിലാക്കിയില്ല എന്ന് പറയുന്നു. സർക്കാർ ഒരു കടലാസ് ഇത് ശരിയാക്കണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ആ കടലാസ് ഏതാണ്ട് 4ആയി മടക്കി ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദുരന്തം നമ്മൾ ഫേസ് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. ദുരന്ത സമയത്ത് പെയ്ത മഴ എന്ന് പറയുന്നത് 264 മില്ലിമീറ്റർ ആണ്. അത് കനത്ത മഴയായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോ നിയമം പറയുന്നത് 250 മില്ലിമീറ്റർ മഴ കഴിഞ്ഞാൽ വർക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അവിടെ വർക്ക് സ്റ്റോപ്പ് ചെയ്തു ഇല്ലയോ എന്നുള്ളതും വലിയ വിഷയമാണ്. എന്തായാലും അവിടെ അത് നടന്നിട്ടില്ല. അതുകൊണ്ട് ആളപായം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിന്റെ വാദം നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് കോർപ്പറേറ്റ് ഡ്രൈവൺ ഡെവലപ്മെന്റ് ഫെയിലിയർ ആയിട്ടാണ് അവരത് പറയുന്നത്. ഈ ദിലീപ് ബിൽക്കോൺ പോലുള്ള കമ്പനികൾ ഉണ്ടല്ലോ, സേഫ്റ്റിയേക്കാൾ കൂടുതൽ നോക്കുന്നത് സ്പീഡാണ്. ആ സ്പീഡിൽ അവർ പണി തീർക്കാൻ നോക്കുമ്പോൾ പല സുരക്ഷിത കാര്യങ്ങളും ചെയ്യാൻ അവർ വിട്ടുപോകും. അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച്, അതായത് അപ്പുറത്തെ നാട്ടിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ഇത്രയും മല്ലം പണി എടുക്കുന്നവർക്കൊക്കെ എതിരെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആര് പറയാനാണ്? ഇപ്പൊ തന്നെ മരിച്ചവരുടെ വീടുകളിലേക്ക് ധനസഹായം എത്തും. ധനസഹായം കിട്ടിയത് കൊണ്ടോ എല്ലാം ആവില്ലല്ലോ. ഒരാൾ ആ കുടുംബത്തിൽ നിന്ന് ഇല്ലാതെയായാൽ, അതായത് അത്തരത്തിൽ വീഴ്ച വരുത്തുന്ന കമ്പനികൾക്കെതിരെയൊക്കെ ഒരു നടപടി എടുത്താലാണ് ഈ കമ്പനികൾ ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എല്ലാം നിയമാനുസൃതമായി മാത്രം ചെയ്യുക. ഇത് അങ്ങനെ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറിയിട്ടില്ല എന്നുള്ള ഒരു ചോദ്യം കൂടി ഉണ്ടാകുന്നുണ്ട്. വൻകിട കമ്പനികളോട് മുട്ടി നിൽക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ? കാരണം ഇത്തരം കമ്പനികളുടെ കയ്യിൽ നിന്നൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ളതൊക്കെ വാങ്ങുന്നത്. അപ്പൊ അങ്ങനെ വലിയ കോടികളുടെ തുക ഇലക്ട്രൽ ബോണ്ട് ഒക്കെ ആയിട്ട് വാങ്ങുന്ന കമ്പനികളോട്
ഏതെങ്കിലും ഒരു PWD എഞ്ചിനീയർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടേ ആ മണ്ണ് നീക്കുന്ന പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറയും നീ പോടേക്ക പോയി തരത്തി പോയി കളിക്കുക എന്ന് പറയും. അങ്ങനെയുള്ള പ്രതിഭാസങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ചില കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. പിന്നെ ഈ കമ്പനി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരിസ്ഥിതി റിപ്പോർട്ടുകളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫ്രഗൈൽ സോൺ മറച്ചു വെച്ചിട്ടുണ്ടോ, പിന്നെ മറ്റൊരു ഗുരുതരമായിട്ട് അവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഓവർസൈറ്റ് ഏജൻസീസ് ഒക്കെ ഫെയിൽ ആയിട്ടുണ്ടോ എന്നൊക്കെയാണ്. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് അവർ പറയും ഇത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തമാണ്. അങ്ങനെ എഴുതി ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം അവിടെ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി എന്നുള്ളതാണ്. ഇനി വലതുപക്ഷത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ അത് അസാധാരണമായിട്ടുള്ള പ്രകൃതി ദുരന്തമാണ് എന്ന് പറയുന്നു. 264 മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ട്. അത് ഒരു എക്സ്ട്രീം സാഹചര്യമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഡെവലപ്മെന്റ് നിർത്താനാകില്ല എന്നുള്ള വേർഷൻസ് വരുന്നുണ്ട്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് രാജ്യത്തിന് അനിവാര്യമാണ്. ദിലീപ് ബിൽക്കോൺ എന്ന് പറയുന്നത് ഒരു വലിയ ദേശീയ കമ്പനിയാണ്. അതായത് ഇതുപോലെ പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലും ഒക്കെ വലിയ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു കമ്പനിയാണ് എന്നുള്ളതാണ്. അങ്ങനെ കുറ്റമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഐസൊലേറ്റഡ് ഇംപ്ലിമെന്റേഷൻ ഫെയിലിയർ ആയിട്ട് അതിനെ കണക്ക് കൂട്ടും എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഇതെല്ലാം കൂടി വാരിക്കെട്ടി ഒരു മുറുക്കി കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു നിഗമനത്തിലേക്ക് വരിക എന്ന് പറയുന്നത് പ്രകൃതിയാണ്. പ്രകൃതി ഒരാളാണ് ഇത്തരത്തിലുള്ള പ്രശ്നത്തിനെല്ലാം കാരണം എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടി വലിയ രീതിയിൽ ബലപ്പെട്ട് വരേണ്ടതാണ്. അത് ഉയർന്നു വരേണ്ടതാണ്. ഉയർന്നു വരുമോ എന്നുള്ളത് അറിയില്ല. കാരണം ഈ ദിലീപ് ബിൽക്കോൺ എന്ന് പറയുന്ന കമ്പനി, ഈ കമ്പനിയെ സെലക്ട് ചെയ്ത ഒരു പ്രോസസ് ഉണ്ടല്ലോ, അത് ട്രാൻസ്പെറന്റ് ആയിട്ട് നടത്തിയതാണോ? അത് മുൻ സർക്കാർ ആയാലും ഏത് സർക്കാരായാലും നടത്തിയത് വളരെ സുതാര്യമായ രീതിയിലാണോ എന്നുള്ളതാണ്. കാരണം ഈ കമ്പനി മുമ്പ് ചില കേസുകളിലൊക്കെ പെട്ടിട്ടുള്ളതാണ്. നിയമലംഘന ആരോപണങ്ങളൊക്കെ ഈ കമ്പനിക്ക് നേരെ ഉയർന്നു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയപരമായിട്ട് വലിയ ചോദ്യമായിട്ട് മാറുന്നുണ്ട്. കോൺട്രാക്ട് അലോക്കേഷൻ എങ്ങനെ നടന്നു? ഓവർസൈറ്റ് ശക്തമായിരുന്നു? ഇത് ലെഫ്റ്റ് വേഴ്സസ് റൈറ്റ് ഡിബേറ്റിനെ കൂടുതലായിട്ട് ശക്തമാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് രാഷ്ട്രീയ വിവാദമാക്കിയിട്ട് ഒന്നുമില്ലാതെയാക്കി തീർക്കാനുള്ള ഒരു ശ്രമവും ഒരുപക്ഷെ നടന്നേക്കാം. ഇനി നിഷ്പക്ഷമായിട്ട് ഇതിലെ മറ്റു ചില കാര്യങ്ങളൊക്കെ നോക്കിയാൽ, നിയമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നിയമങ്ങൾ ഉണ്ടായിരുന്നു, മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മുന്നറിയിപ്പുകളും ഉണ്ടായിരുന്നു. പക്ഷേ അത് നടപ്പിലാക്കാൻ പരാജയപ്പെട്ട ഒരു ഭരണ സംവിധാനത്തെയാണ് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റാകുമോ? അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. മോണിറ്ററിംഗ് വീക്ക് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. കൂടാതെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഉണ്ടായിട്ടേ ഇല്ല എന്ന് കൂടി വിലയിരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും അപ്പുറമാണ്. രാഷ്ട്രീയ വിവാദങ്ങൾ വരുമ്പോൾ അവർക്ക് ആരെങ്കിലും ഒക്കെ പ്രൊട്ടക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ അവർക്ക് അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്താൽ മതി. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ ഇല്ലാതെയാകുന്നത് സാധാരണക്കാരുടെ ജീവനാണ്. ഇടത് പറയുന്നു ഇതൊരു കോർപ്പറേറ്റ് ദുരന്തമാണ്, അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ തെറ്റാണ്. വലതുപക്ഷം പറയുന്നത് ഇതൊരു പ്രകൃതി ദുരന്തമാണ്. പക്ഷേ അപ്പോഴും യഥാർത്ഥമായിട്ടുള്ള പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിട്ട് നടപടി എടുക്കാത്തത് തന്നെയല്ലേ? വയനാട് നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? വികസനം മാത്രം മതി എന്നുള്ളതാണോ? അല്ലെങ്കിൽ ഗവേൺസ് ഇല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വികസനമൊക്കെ അപകടകരമായി മാറും എന്നുള്ളതാണോ? നിയമങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് അങ്ങനെ അങ്ങ് നടക്കും, ദുരന്തം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്നാണോ ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണോ, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തമാണോ, അല്ലെങ്കിൽ ഭരണ പരാജയമായിട്ടാണോ? നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണോ, അതോ പ്രകൃതി നിർമ്മിത ദുരന്തമാണോ, ഇനി അതും അല്ലെങ്കിൽ ഭരണ പരാജയമാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. കൂടാതെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.